അസ്ട്രോവേദിക് വിഷനിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നവരാത്രിയിലെ കുമാരി പൂജയെക്കുറിച്ചാണ്. നവരാത്രി എന്ന് പറയുന്ന മഹിഷാസുരനെ ആദിപരാശക്തി 9 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ 10ാം ദിവസം വധിച്ച് വിജയം കൈവരിച്ചതിനെയാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. നവരാത്രി കാലത്ത് കുമാരി പൂജയ്ക്ക് നവകന്യകളെ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആദ്യത്തെ ദിവസം 2 വയസ്സുള്ള പെൺകുട്ടിയെ കുമാരിയായും, 2ാം ദിവസം 3 വയസ്സുള്ള പെൺകുട്ടിയെ ത്രിമൂർത്തിയായും, 4 വയസ്സായ പെൺകുട്ടിയെ കല്യാണിയായും, 5 വയസ്സായ പെൺകുട്ടിയെ രോഹിണിയായും, 6 വയസ്സായ പെൺകുട്ടിയെ കാളിയായും, 7 വയസ്സായ പെൺകുട്ടിയെ ചണ്ഡികയായും, 8 വയസ്സായ പെൺകുട്ടിയെ ശാംഭവിയായും, 9 വയസ്സായ പെൺകുട്ടിയെ ദുർഗയായും, 10 വയസ്സായ പെൺകുട്ടിയെ സുഭദ്രയായും സങ്കല്പിച്ച് നവകന്യക പൂജ നടത്താറുണ്ട്. അതിൽ 1ാം ദിവസം കുമാരി പൂജയുടെ ഫലം ദാരിദ്ര്യ ദുഃഖമകലും ബലം വർദ്ധിക്കും. 2ാം ദിവസം ത്രിമൂർത്തി പൂജ 3 വയസ്സായ പെൺകുട്ടിയെ പൂജിച്ചാൽ ധർമാർത്ഥ നേട്ടം, പുത്രപൗത്ര സൗഖ്യം. 3ാം ദിവസം കല്യാണി പൂജയുടെ ഫലം സമ്പൂർണ്ണ വിജയം. 4ാം ദിവസം രോഹിണി 5 വയസ്സുള്ള പെൺകുട്ടിയെ പൂജിച്ചാൽ രോഗശാന്തിയാണ് ഫലം. 5ാം ദിവസം കാളി സങ്കല്പത്തിലുള്ള പൂജയാണ്, അതിന് ശത്രുസംഹാരമാണ് ഫലം. 6ാം ദിവസം ചണ്ഡികയായിട്ടാണ് സങ്കല്പിച്ച് പൂജിക്കുന്നത്, ഐശ്വര്യം ധനലബ്ധിയുമാണ് അതിൻ്റെ ഫലം. 7ാം ദിവസം ശാംഭവി 8 വയസ്സുള്ള പെൺകുട്ടിയെ പൂജിച്ചാൽ വിജയമാണ് ഫലം. 8ാം ദിവസം ദുർഗയായി സങ്കല്പിച്ച് പൂജിക്കുന്നതിന് ശത്രുനാശം, പരലോകസുഖം എന്നിവയാണ് അതിൻ്റെ ഫലം. 9ാം ദിവസം സുഭദ്ര 10 വയസ്സുള്ള പെൺകുട്ടിയെ പൂജിച്ചാൽ സുഖ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നാണ് നവകന്യകാ പൂജയിലെ സങ്കല്പം. ഉത്തരേന്ത്യയിലാണ് നവരാത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്.